കറൻസികളിൽ ജനപ്രിയമാർന്ന ബിറ്റ്കോയിൻ വില റെക്കോർഡ് നേട്ടത്തിലെത്തി നിൽക്കുകയാണ്. അടുത്തിടെ ബിറ്റ്കോയിൻ മൂല്യം ആദ്യമായി $1,00,000 കടന്നിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 5-ന് ഒരു ബിറ്റ്കോയിന്റെ വില $1,03,719, അതായത് 87.87 ലക്ഷം രൂപയെന്ന റെക്കോർഡിൽ എത്തിയിരുന്നു. 2 വർഷം മുമ്പ് അത് $17,000 ആയിരുന്നു. എല്ലാ ക്രിപ്റ്റോ കറൻസികളെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. എങ്കിലും ബിറ്റ്കോയിൻ മൂല്യം ഇപ്പോഴും കുതിച്ചുയരുകയാണ്. ഇതിനകം ബിറ്റ്കോയിന്റെ തെളിഞ്ഞ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളുമായി നിരവധി സാമ്പത്തിക വിദഗ്ധരും രംഗത്തെത്തുന്നുണ്ട്. അടുത്തിടെ ആഗോളതലത്തിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ പുസ്തകമായ ദി ക്രിപ്റ്റോ ട്രേഡറിന്റെ രചയിതാവ് ഗ്ലെൻ ഗുഡ്മാൻ പറയുന്നത് 2025 ജനുവരി അവസാനത്തോടെ ഒരു ബിറ്റ്കോയിന്റെ വില $1,20,000 ആകുമെന്നാണ്. ഭാവിയിൽ ഒരുപക്ഷെ ബിറ്റ്കോയിൻ മൂല്യം ഇടിയാനുള്ള സാധ്യത തീർത്തും തള്ളിക്കളയാനാകില്ലെങ്കിലും നിലവിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിറ്റ്കോയിന് ശുഭകരമായ ഭാവിയാണ് ഉള്ളത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നു എന്നത് തന്നെയാണ് ബിറ്റ്കോയിന്റെ വില ഉയരാൻ കാരണമായതെന്നാണ് ഗ്ലെൻ ഗുഡ്മാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ട്രംപിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്നതിനാൽ ബിറ്റ്കോയിന്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായ ഉറപ്പുകളൊന്നും നൽകാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രമുഖ ക്രിപ്റ്റോ കറൻസി ട്രേഡറായ പീറ്റർ ക്രോമി പറയുന്ന പ്രകാരം അടുത്ത 4 മാസത്തിനുള്ളിൽ ഒരു ബിറ്റ്കോയിന്റെ വില $2,00,000 ഉയരുമെന്നാണ്. പൊടുന്നനെ ഉണ്ടാകുന്ന ഈ അസാധാരണ ഉയർച്ച ബിറ്റ്കോയിനെ കുത്തനെ താഴേക്ക് എത്തിക്കാനും സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും അടുത്ത 6 മാസത്തിനും 1 വർഷത്തിനുമിടയിൽ ഒരു ബിറ്റ്കോയിന്റെ മൂല്യം $2,50,000 ഉയരുമെന്നാണ് കോയിൻകോം എന്ന ക്രിപ്റ്റോ ട്രേഡിംഗ് സ്ഥാപനത്തിന്റെ മേധാവിയായ ഡാനി സ്കോട്ട് പ്രവചിക്കുന്നത്. എന്നാൽ ക്രിസ് ബ്യൂചാമ്പ് എന്ന സാമ്പത്തിക വിദഗ്ധൻ പറയുന്നത് അടുത്ത വർഷം ഒരു ബിറ്റ്കോയിന്റെ വില 2,80,000 എത്തി നിൽക്കുമെന്നാണ്. ഈ രംഗത്തെ തന്നെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ സൈമൺ പീറ്റേഴ്സ് പറയുന്നത് ബിറ്റ്കോയിന്റെ വില അടുത്ത വർഷം അവസാനവും 2026 തുടക്കത്തിലും നിലവിലുള്ളതിനേക്കാൾ വളരെയധികം ഉയരുമെന്ന് തന്നെയാണ്. അമേരിക്കൻ ക്രിപ്റ്റോ കറൻസിയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത കൈവരുന്നതും അനുകൂലമായ വിപണി സാഹചര്യങ്ങളെയും തുടർന്ന് ETF സ്ഥാപനങ്ങൾ ബിറ്റ്കോയിൻ അംഗീകരിക്കാൻ തുടങ്ങുന്നതായുള്ള സൂചനകളുണ്ട്. അതുതന്നെയാണ് ബിറ്റ്കോയിൻ വില ഉയരാൻ കാരണമായതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകവ്യാപകമായി വിവിധ ഭരണകൂടങ്ങളും സ്ഥാപനങ്ങളും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഡിജിറ്റൽ ആസ്തികളിലുള്ള നിക്ഷേപത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസി സംവിധാനം സുസ്ഥിര വളർച്ച കൈവരിക്കുന്നതാണ് നിലവിലെ മൂല്യവർദ്ധനവിലൂടെ പ്രതിഫലിക്കുന്നതെന്നും അവർ വിശദീകരിക്കുന്നു. ആഗോളതലത്തിൽ ക്രിപ്റ്റോ വിപണിയുടെ മൊത്തം വിപണി മൂല്യം $3.5 ലക്ഷം കോടി കടന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അതുവരെ $72,000 ബിറ്റ്കോയിൻ വില ഏതാനും ആഴ്ചകൾ കൊണ്ട് $31,000 എത്തി നിന്നത്. ഈ വർഷം മാത്രം 45% ബിറ്റ്കോയിൻ വില ഉയർന്നത്. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ മേധാവിയായി ക്രിപ്റ്റോ കറൻസിയെ പിന്തുണയ്ക്കുന്ന പോൾ അറ്റ്കിൻസിനെ നിയമിക്കുമെന്ന സൂചനകളും ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് പിന്നിലെ കാരണമായി കരുതപ്പെടുന്നുണ്ട്. US-ലെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ കൂടുതലായി ബിറ്റ്കോയിനിൽ നിക്ഷേപിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം $32,000 കോടി ബിറ്റ്കോയിനിലേക്ക് ETF ആയി നിക്ഷേപിച്ചത്. ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം $800 കോടി നിക്ഷേപം എത്തിയതായാണ് ബ്ലൂംബെർഗ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഭരണകൂടങ്ങളുടെ അംഗീകാരമോ കേന്ദ്ര ബാങ്കുകളുടെ നിയന്ത്രണമോ ഇല്ലാതെ ആഗോളതലത്തിൽ ക്രയവിക്രയം ചെയ്യുന്ന കറൻസികളാണ് ക്രിപ്റ്റോ കറൻസികൾ. ഇവയിൽ ഏറെ പ്രചാരം നേടിയവയാണ് ബിറ്റ്കോയിൻ. ഇവ പ്രധാനമായും ഇന്റർനെറ്റിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ നാണയമാണ്. അതായത് കമ്പ്യൂട്ടർ ഭാഷയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കോഡാണ് ബിറ്റ്കോയിൻ. എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഇവയെ ക്രിപ്റ്റോ കറൻസി എന്നും വിളിക്കാറുണ്ട്. ആഗോള സാമ്പത്തിക ബാങ്കിംഗ് തകർച്ചയുടെ നിരാശയിൽ നിന്നാണ് ഡിജിറ്റൽ കറൻസി എന്ന ആശയം രൂപപ്പെട്ടത്. 2008 സതോഷി നകമോട്ടോ ആണ് ബിറ്റ്കോയിൻ അവതരിപ്പിച്ചത്. സതോഷി നകമോട്ടോ എന്നത് ഒരു വ്യക്തിയോ ഒരു സംഘം IT വിദഗ്ധർ സ്വയം വിശേഷിപ്പിക്കുന്ന പേരോ ആയിരിക്കാമെന്ന അഭ്യൂഹങ്ങളുണ്ട്. ഇടനിലക്കാരോ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളുടെയോ സർക്കാരുകളുടെയോ നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര നാണയം എന്ന ആശയമാണ് ബിറ്റ്കോയിനിലൂടെ യാഥാർത്ഥ്യമായത്. ബിറ്റ്കോയിന്റെ ഉപജ്ഞാതാക്കൾ 2.10 കോടി ബിറ്റ്കോയിനുകളാണ് സൃഷ്ടിച്ചത്. നിലവിലുള്ള ബിറ്റ്കോയിനുകൾ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ മാത്രമേ എപ്പോഴും സാധ്യമാവുകയുള്ളൂ. സാധാരണ കറൻസികളുടെ മൂല്യം എപ്പോൾ വേണമെങ്കിലും ഇടിയാൻ സാധ്യതയുള്ളപ്പോൾ ബിറ്റ്കോയിന് ആ ഭീഷണിയില്ല.
കാരണം അവയുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. സാധാരണ കറൻസി എത്ര വേണമെങ്കിലും അച്ചടിച്ചിറക്കി മൂല്യം കുറയ്ക്കുവാൻ കേന്ദ്ര ബാങ്കുകൾക്ക് സാധിക്കും. അതിവേഗം ജനപ്രിയമായ ബിറ്റ്കോയിൻ 2013 ഉയർന്ന മൂല്യമുള്ള കറൻസിയായി മാറി. അക്കാലത്ത് ഒരു ബിറ്റ്കോയിന് $1000 മൂല്യം. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനും ലഹരി വിൽപ്പന, ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും ബിറ്റ്കോയിൻ സഹായകമാകുമെന്ന ആശങ്കയാൽ എല്ലാ രാജ്യങ്ങളിലെയും കേന്ദ്ര ബാങ്കുകൾ ഈ സംവിധാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയിൽ റിസർവ് ബാങ്കും ബിറ്റ്കോയിനെ പിന്തുണച്ചിരുന്നില്ല. ഈ വിധത്തിൽ കേന്ദ്ര ബാങ്കുകളുടെ എതിർപ്പിനെ തുടർന്ന് ബിറ്റ്കോയിന്റെ വളർച്ചയ്ക്ക് വേഗം കുറഞ്ഞുവെങ്കിലും ഇന്നത് ഉയർന്ന മൂല്യത്തിൽ എത്തി നിൽക്കുകയാണ്. ബിറ്റ്കോയിന്റെ ഉപയോഗം ലളിതമാണ്. അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൈറ്റിലൂടെ ആവശ്യക്കാർക്ക് ഒരു ബിറ്റ്കോയിൻ വാലറ്റ് സ്വന്തമാക്കാനാകും. അതിനുശേഷം ഉപയോക്താക്കളുടെ ബാങ്കിൽ നിന്നും പണം വാലറ്റിലേക്ക് മാറ്റി പിന്നീട് ബിറ്റ്കോയിൻ വാങ്ങാൻ ഉപയോഗിക്കാം. ബിറ്റ്കോയിനുകൾ വാലറ്റിലോ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ശേഖരിച്ചു വെക്കാനാകും. ഇതുപയോഗിച്ച് പ്രത്യേക രീതിയിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാമെങ്കിലും സാധാരണ കറൻസി പോലെ ഉപയോഗിക്കാനാകില്ല. ആഗോള അടിസ്ഥാനത്തിൽ ഒരു ദിവസം 25,000 കോടി രൂപയുടെ വ്യാപാരം ബിറ്റ്കോയിൻ മുഖേന നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.